നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ജനതയുടെ സ്വപ്ന നഗരിയാണ് ദുബായ്. ഇത് പല സർവേകളിലൂടെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വളരെ വൈവിധ്യമായിട്ടുള്ള കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ചെളിവെള്ളത്തിൽ കുത്തിമറിഞ്ഞുള്ള ആനക്കുളിയും ജിറാഫുകൾക്ക് തീറ്റി കൊടുത്തും കോലാടുകളെ തൊട്ടുതലോടിയുമുള്ള കാഴ്ചകൾ ഹരം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഇവയെല്ലാം തന്നെ ദുബായ് സഫാരി പാർക്കിൽ കണ്ണുമിക്കാതെ കാണുവാൻ സാധിക്കും. 119 ഹെക്ടർ വിസ്തൃതിയിൽ 3000-ലധികം മൃഗങ്ങളാണ് സഫാരി പാർക്കിലുള്ളത്. കുട്ടിക്കണ്ണാടിക്കപ്പുറം ചിമ്പാൻസികൾ ഇടയ്ക്കിടെ നോട്ടമറിഞ്ഞ് സന്ദർശകരെ ഗവനിക്കുന്ന കാഴ്ച രസകരം തന്നെയാണ്. കണ്ണാടിയിൽ കൈവയ്ക്കുമ്പോഴേക്ക് പാഞ്ഞെത്തിക്കൊത്തുന്ന കസോരവരി പക്ഷിയും വായ്പിളർന്ന ഒട്ടകപ്പക്ഷിയും കൊത്തുകണ്ണാടിയിലാക്കുന്നതോടെ അയ്യെ പറ്റിച്ചെന്ന് കുട്ടികളുടെ ആർപ്പുവിളിയും. പക്ഷിക്കൂട്ടിലാകട്ടെ വൻമരത്തിന് കീഴെ മനുഷ്യരും പക്ഷികളുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഹരം നുകരാൻ സാധിക്കും. മുട്ടയ്ക്കിടയിരിക്കുന്ന പക്ഷികളെയും കൈത്തോട്ടിലെ നീരൊഴുക്കിൽ നീന്തി തുടിക്കുന്ന താറാവ് വർഗത്തിലെ പക്ഷികളെയും അടുത്തു കാണുവാൻ സാധിക്കും. മാത്രമല്ല, കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന മരത്തിന്റെ ശാഖയിലൂടെ നടന്ന് ഉയരങ്ങളിലെത്തുവാനും സാധിക്കും. മരുഭൂമിയുടെ സവാരിയിലാകട്ടെ നമ്മൾ വാഹനത്തിലും മാനുകളും മറ്റും വെളിയിലും സ്വതന്ത്രരായി നടക്കുകയാണ്. ഒരു കിടങ്ങിനപ്പുറം സിംഹങ്ങളുടെയും കഴുതപ്പുലികളുടെയും സ്വൈര്യവിഹാരം കാണുവാൻ സാധിക്കും. ഇതിനു പുറമെ ഉരക വർഗങ്ങളുടെ ഒരു വൻനിര തന്നെയുണ്ട്. കാഴ്ചകൾ കാണുവാൻ സന്ദർശകരുടെ പ്രവാഹമാണുള്ളത്. ദീർഘകാലം അടച്ചിട്ടിരുന്ന ദുബായ് സഫാരി പാർക്ക് തുറന്നതോടെ 3 മാസത്തിനുള്ളിൽ 3 ലക്ഷത്തോടടുപ്പിച്ച് സന്ദർശകരെത്തിയതായി ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പാർക്ക് പ്രവർത്തിച്ചു വരുന്നത്. കോവിഡ് നാളുകളിൽ വീടിനുള്ളിൽ വീർപ്പുമുട്ടി കഴിഞ്ഞിരുന്ന കുട്ടികളും മുതിർന്നവരും വലിയ ആവശ്യത്തോടെയാണ് പാർക്ക് സന്ദർശിക്കാനെത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂടുതൽ പക്ഷികളെയും മൃഗങ്ങളെയും കൊണ്ടുവരുന്നതായും അധികൃതർ വ്യക്തമാക്കി. തുറക്കും മുൻപ് 3 മാസം പരീക്ഷണ രീതിയിൽ ആളുകളെ പ്രവേശിപ്പിച്ച് അവരുടെ പ്രതികരണം അറിഞ്ഞുകൊണ്ട് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിരുന്നതായി മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് അൽ ഹാജ്രി വ്യക്തമാക്കി. ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, എക്സ്പ്ലോറർ വില്ലേജ് എന്നിങ്ങനെ പ്രധാനമായി 3 വില്ലേജുകളാണ് കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം അറേബ്യൻ ഡെസേർട്ട് സഫാരിയും ഉണ്ട്. 12 ഹെക്ടറിലാണ് ആഫ്രിക്കൻ വില്ലേജ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും ആഫ്രിക്കൻ വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും അവിടുത്തെ മൃഗങ്ങളും പക്ഷികളുമാണുള്ളത്. ആഫ്രിക്കൻ സാവനുകൾ, ആഫ്രിക്കൻ മഴക്കാടുകൾ എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചാണ് മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് റെസ്റ്റോറന്റുകളുമുണ്ട്. 5 ഹെക്ടർ സ്ഥലത്താണ് ഏഷ്യൻ വില്ലേജ് ഒരുക്കിയിട്ടുള്ളത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വൈവിധ്യം മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കും. ഏഷ്യൻ തിയേറ്ററിൽ പ്രദർശനവുമുണ്ട്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും വിവിധ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അവയുടെ ആവാസ വ്യവസ്ഥയിൽ കാണുവാൻ സൗകര്യമൊരുക്കുന്ന യാത്രയാണ് എക്സ്പ്ലോറർ വില്ലേജിന്റെ പ്രത്യേകത എന്നത്. 8 ഹെക്ടറിലാണ് അറേബ്യൻ ഡെസേർട്ട് സഫാരി ഒരുക്കിയിട്ടുള്ളത്. അറബ് മേഖലയിലെ വ്യത്യാസം അനുസരിച്ചുള്ള മൃഗങ്ങളെ ഇവിടെ കാണുവാൻ പ്രത്യേകതയുമുണ്ട്. മലനിരകളും സമതലങ്ങളിലുള്ള വ്യത്യസ്ത ഇനം മാനുകൾ, മറ്റു ജീവികൾ ഇവയെ കാണുവാൻ സാധിക്കും. മാത്രമല്ല, കിഡ്സ് ഫാമിലാണ് കുട്ടികളുടെ തിമിർപ്പ് കാണാനാകുക. സാധാരണ ആടുകൾ മുതൽ പോണി കുതിരകൾ വരെ ഇവിടെയുണ്ട്. ആടുകളെ തൊടാനും മറ്റും സാധിക്കും. ഇതാണ് കുട്ടികളെ ഹരം കൊള്ളിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.